ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനിയെ കാണുമ്പോ വിഷ്ണുവിനോട് വീട് തരില്ലെന്ന് പറഞ്ഞ ആള് വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതം. ഒരു കളക്ടറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു ഗമയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓക്കെ. ഇപ്പൊ തന്നെ വിഷ്ണുവിന്റെ ഭാവമൊക്കെ മാറുന്നുണ്ട്. ശാലിനി വയ്ക്കും, ഞാൻ കയറി നോക്കണോ? വിഷ്ണു പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ആ ഉടമസ്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും ഞാൻ ഓക്കെ അല്ല. ശാലിനിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ശാലിനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് മാത്രല്ല സാറ് വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂ. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ 2 ലക്ഷം അഡ്വാൻസ്, അതൊന്നും ഞങ്ങളെ കൊണ്ട് ഈ ജന്മം ഒപ്പിക്കാൻ കഴിയില്ല സാറേ, ഇത് ഞങ്ങൾക്ക് താങ്ങത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ അയാള് പറയും കമലിന്റെ അടുത്ത്, അല്ല ഒന്നുകൂടി പറഞ്ഞ വിഷ്ണുവിന്റെ സ്വരം മാറും. ഒന്നും കൂടി പറഞ്ഞാലും താങ്ങില്ല. കമല, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് പുള്ളിക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ കമലിനെ അയാളെ വിളിക്കും, സാറിങ് വന്നേ. അല്ല അപ്പൊ മാഡം? കമലം പറയും സാറിങ് വാ എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോ ശാലിനിക്കും, വിഷ്ണുട്ട എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു പറയും, ശാലിനി ഞാൻ എന്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ട് കിട്ടുന്ന വാടക വീട്ടിൽ താമസിപ്പിക്കുന്നില്ല. എനിക്കിപ്പോ വീടിനേക്കാളും പ്രധാനം ഒരു ജോലിയാ. അതിനൊന്ന് ശ്രമിക്കട്ടെ, മനസ്സിലായില്ലേ? വാടക വീട് എടുക്കുന്നതിന് മുന്നേ എനിക്ക് ആവശ്യം ഒരു ജോലിയാണെന്ന് 4 ആളോട് പറയാൻ പറ്റുന്ന ഒരു ജോലി. അതെ ശാലിനി, ഞാൻ എന്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ട് കിട്ടുന്ന വാടക വീട്ടില് താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിലും ഞാൻ താമസിക്കാൻ പറഞ്ഞാലും എന്റെ അമ്മ താമസിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ സമ്മതിക്കുമെന്നും അറിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോ ശാലിനിക്ക് അങ്ങ് സങ്കടാകും. വിഷ്ണു പറയും, അവിടെ അഭിമാനം ഇല്ലാത്തത് എനിക്ക് മാത്രം. ശാലിനി പറയും, അല്ല അവരെക്കാളും കൂടുതലാ. അഭിമാനമല്ല, ദുരഭിമാനവും കൊണ്ട് നടക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ. ഞാൻ വിഷ്ണുവേട്ടന്റെ അമ്മയും അച്ഛനെയും കണ്ടിരിക്കുന്നത് എന്റെ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ തന്നെയാ. താങ്ങും തണലും ഇപ്പൊ വേണ്ടത് അവർക്ക് തന്നെയാ. വിഷ്ണുവേട്ട അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവർക്ക് വേണ്ടി വീട് നോക്കാൻ ഞാനും വന്നത്. വിഷ്ണുവേട്ട ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിലേ വിഷ്ണുവേട്ടനും അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട്. അതാരെങ്കിലും പറഞ്ഞതാണോ പിടിപ്പിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായി പോയതിലും വിഷ്ണുവേട്ടനെ പറയാൻ പറ്റാത്തൊരു ജോലി ഇല്ലാതെ പോയതിലും വിഷ്ണുവേട്ടൻ നന്നായി സങ്കടപ്പെടുന്നുണ്ട്. ശാലിനിയെ ഇങ്ങനെ നോക്കും. ശാലിനിക്കും, വിഷ്ണുവേട്ട നമുക്കിടയില് അങ്ങനെ ഒരു വേർതിരിവ് വേണോ? വിഷ്ണുവേട്ടൻ അറിയോ ഇങ്ങനൊരു ഇഷ്യൂ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ വിഷ്ണുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അനുവിനോട് പറഞ്ഞ് വേറെയും വീട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതും എനിക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞ്. പിന്നെ വാടക ക്യാഷ്. വിഷ്ണുവേട്ട അത് നമ്മൾ തമ്മിൽ അറിഞ്ഞ പോരെ? കണക്കുകളൊക്കെ പരസ്പരം പങ്കുവെക്കേണ്ടത് നമ്മളല്ലേ? എന്റെ സ്നേഹത്തിന് ഞാൻ കണക്ക് നോക്കാറില്ല, പരിധിയും നിശ്ചയിക്കാറില്ല. ഉള്ള സ്നേഹത്തിന്റെ 3/4 പങ്കും തരുന്നത് വിഷ്ണുവേട്ടന് തന്നെയാണ്. ദയവേത് ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് വിഷ്ണുവേട്ട. എനിക്കത് വലിയ വിഷമം ഉണ്ടാക്കും. പ്രത്യേകിച്ചും വിഷ്ണുവേട്ടൻ ഇങ്ങനെ പറയുമ്പോ. എന്നൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുമ്പോ വിഷ്ണു പറയും, എടോ ഒരു ജോലിക്ക് വേണ്ടി നടന്നപ്പോഴാ പഠിക്കാത്തതിന്റെ കുറവ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ചെന്ന് ചോദിക്കുന്നിടത്ത് അപമാന. പിന്നെ ഇതുപോലുള്ള ആളുകളുടെ മുൻവിധിയോട് കൂടിയുള്ള കളിയാക്കല്, അതെല്ലാം മനസ്സിൽ കിടന്ന് തികട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാ. താനത് മറന്നുകളാ എന്ന് വിഷ്ണുവും കരഞ്ഞുകൊണ്ടാ പറയണേ. പക്ഷേ ഒന്നുണ്ട്, ഈ വീട് എന്തായാലും നമ്മൾ എടുക്കുന്നില്ല, മറ്റൊന്ന് നോക്കാം. അതിനു മുമ്പേ എനിക്കിപ്പോ വേണ്ടത് നല്ലൊരു ജോലിയാ. അത് ഞാൻ ഒപ്പിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂടോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഇവിടുന്ന് പോവാണ്. വിഷ്ണു ഇങ്ങനെ പോകുന്നത് കാണുമ്പോ ശാലിനിക്ക് സങ്കടമുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് വീണ്ടും ഉപേന്ദ്രൻ വരികയാണ്. കയറി വരുന്നത് കാണുമ്പോ തന്നെ രാഘവൻ നായര് ദേഷ്യത്തോടു കൂടി നിക്കടാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരും. എന്റെ വീടിന്റെ പടി നീ കയറിപ്പോവരുത്. ഹോ, വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ഏട്ടാ പെരുമാറേണ്ടത്? രാഘവേട്ടൻ പറയും, മാന്യനോ നീയോ? നിന്നെ ആരാടാ മാന്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുന്നത്? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ റെഡിയായി നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും പെടുത്താൻ പറ്റില്ല. ഉപേന്ദ്രൻ പറയും, ചേട്ടനൊന്നും മനസ്സിലാക്കണം. 1-2 ദിവസം കഴിഞ്ഞാൽ ഇതങ്ങ് ജപ്തിയായി പോകും. അതിനു മുമ്പ് ഏട്ടനെ വന്ന് കണ്ട് ആശ്വസിപ്പിക്കാന്ന് കരുതിയപ്പോ ചേട്ടൻ എന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നുമില്ലെങ്കിലും ഏട്ടന്റെ അനിയനല്ലേ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? ജപ്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. രാഘവേട്ടനെല്ലാം കേട്ടിട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട്, കൈ ധരിക്കുന്നുണ്ട്. ഉപേന്ദ്രൻ പറയും, ഏട്ടനെയും ഏട്ടത്തെയും പിന്നെ ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടി വരില്ലേ? ഇത് കേട്ടുകൊണ്ടായിരിക്കും ഭാമ വരുന്നത്. ഉപേന്ദ്ര എന്ന് അലറി വിളിച്ചിട്ടാ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. ഭാമയെ കാണുമ്പോ തന്നെ ഉപേന്ദ്രന് നല്ല ഇളക്കം വരുന്നുണ്ട്. ഭാമ വന്നിട്ട് പറയും, നിനക്ക് ഞങ്ങളെ ഈ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റില്ലല്ലോ. ഉപേന്ദ്രൻ പറയും, എന്റെ ഏട്ടത്തി അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലേ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പേ ആവായിരുന്നു. എന്നെ ചതിച്ച ഇയാളെ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നോ? അപ്പോഴേക്ക് കേട്ടെ ശ്യാമയും അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ഇതൊക്കെ കേൾക്കുമ്പോ രാഘവേട്ടനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഉപേന്ദ്രൻ പറയും, ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോണെങ്കിലേ ഞാൻ മരിക്കണം.
വീഞ്ഞിന്റെ അവസ്ഥയാണ്, പഴകും തോറും അതിന്റെ വീര്യം കൂടും, അതാണ് ഇപ്പത്തെ അവസ്ഥ എന്ന് പറയലും ഭാമയുടെ കയ്യിൽ നിന്ന് കാരണം നോക്കി ഒന്ന് കിട്ടുമ്പോ അങ്ങ് തരിച്ചു നിന്ന് പോവാ. ഇത് കാണുമ്പോ എല്ലാവർക്കും അത് വേണ്ടത് തന്നെയാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുക. ഭാമ പറയും, ഒരിക്കൽ നിന്നെ ഞാനിത് ഓർമ്മിപ്പിച്ചതാ, ഇനി ഒരിക്കൽ കൂടി വേണ്ടി വന്നാൽ പിന്നെ നീ ഇല്ല. നിന്റെ മനസ്സിലെ ദുഷിപ്പ് ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് വിളമ്പരുത്. ദേ, ഇതിപ്പോഴും രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മണ്ണ. ഇത് ജപ്തി ആവുന്നത് വരെയും ഇതിന്റെ അധികാരം ഞങ്ങൾക്ക് തന്നെയാ. ഇനി നിന്റെ പുഴുത്ത നാവിൽ നിന്നും വികട സരസ്വതി വന്ന നീ ആ നടന്നു വന്ന കാലുകൊണ്ടേ തിരിച്ചു നടന്നു പോവില്ല. അത് ഈ സത്യഭാമയാടാ പറയുന്നത് എന്നിങ്ങനെ വിരൽ ചൂണ്ടി പറയണേ. ഇത് കേൾക്കുമ്പോ രാഘവൻ നായർക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പോഴായിരിക്കും മറ്റൊരു കാർ അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോ സുസ്മിത ഉണ്ടാവും കൈയടിച്ച് ക്ലാപ്പ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരുന്നേ. ഭാമയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയും, ഇതാണ് പെണ്ണെ. ശൗര്യ എന്ന് പറഞ്ഞ ദാ ഇതാണ്. അപ്പോഴേക്ക് പപ്പി ഓടി വന്ന് ഷാമയുടെ അടുത്ത് നിൽക്കും. അടിത്തറ ഇളകി മണ്ണടക്കം ഉഴുതു മറയ്ക്കാനുള്ള JCB മുറ്റത്ത് വന്നിട്ടും പതറാതെ നിൽക്കുന്ന മനസ്സിന് കൊടുക്കണം നല്ലൊരു കയ്യടി. അല്ല സത്യാമത ഏത് ലോകത്താ? കാൽച്ചുവട്ടിലെ മണ്ണൂര് ഇളകിപ്പോയി. ഇനി ഇങ്ങനെ തള്ളവിരലും കുത്തി നിന്ന് തലക്കനവും കാണിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. തല കുത്തനെ മറഞ്ഞു വീഴും. അതാ ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാം ഇട്ടറിഞ്ഞ് കൂടും കുടുക്കെ എടുത്ത് ഇറങ്ങി കൊടുത്തേ പറ്റൂ. അപ്പൊ ഉപേന്ദ്രൻ പറയും, ഏട്ടാ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഞാൻ ഏട്ടത്തിയോട് പലതും പറഞ്ഞു. ഏട്ടത്തി കേട്ടില്ല. ഗുണ്ടുവായ ഏട്ടന്റെ മകനും കേട്ടില്ല. അവൻ എന്റെ പണിക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലി. എന്നിട്ടും ഞാൻ ഈ വീടിന് മുന്നില് സഹായിക്കണമെന്ന് ചോദിച്ചെത്തിയില്ലേ? അതാണ് ഏട്ടാ രക്തബന്ധം, ഒരു അനിയന്റെ കടമ. ആ കടമ എന്താ ഏട്ടനും ഏട്ടത്തെയും മനസ്സിലാക്കാത്തത്? രാഘവേട്ടൻ പറയും, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ഒരു സഹായം എനിക്കിവിടെ വേണ്ടടാ. നീ ഇങ്ങനെ സഹായിച്ചാ ഞങ്ങളിപ്പോ ഈ അവസ്ഥയിലെത്തിയത്. അതുകൊണ്ടേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. സുസ്മിത പറയും, അപ്പൊ വരാൻ പോകുന്ന ജപ്തിക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണല്ലേ? അമ്മയും അച്ഛനും മകനും പരിചാരകരും കൂടി. അല്ല വീട് വല്ലതും എടുത്തോ? അല്ല എടുത്തു തരണോ? അല്ല ഒരു കൈസഹായം വല്ലതും വേണം അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഭാമറി, ഞാൻ എന്റെ മകനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെയൊക്കെ മുന്നിൽ ഞങ്ങൾ അടിമകളായിട്ട് വരില്ലടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ട്, അവൻ നോക്കിക്കോളും ഞങ്ങളെ നല്ല അന്തസ്സായി. സുസ്മിതയ്ക്ക് ഏത് മകൻ? വിഷ്ണുവിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ല അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ വീട് നഷ്ടപ്പെടുന്ന അറിവ് കിട്ടിയ ആ നിമിഷം മുതൽ അവൻ അവിടെ പൊറുതി തുടങ്ങി. ശാരദാമ്മയുടെ വീട്ടില്. ഇത് കേൾക്കുമ്പോ ഭാമ എങ്ങനെ ഞെട്ടിപ്പോവും. ഭാമ മാത്രല്ല രാഘവേട്ടനും ശ്യാമയും എല്ലാവരും ഇങ്ങനെ ഞെട്ടിലോടെ പരസ്പരം നോക്കും. സുസ്മിത ഒരുപിരി കയറ്റിക്കൊടുക്കണേ ശാലിനിക്കൊപ്പം. അവരിപ്പോ പുതുതായി കല്യാണം കഴിച്ചതുപോലെയല്ലേ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ അവനെ കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. വിഷ്ണു ബൈക്കിൽ ഇറങ്ങുമ്പോ തന്നെ സുസ്മിത പറയും, ദാ പറഞ്ഞു തീർന്നില്ലല്ലോ, അപ്പോഴേക്ക് വന്നല്ലോ. കുടുംബമായി താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അറിഞ്ഞവൻ ഈ ദരിദ്രകൂടിലേക്ക് വരുവോ? വിഷ്ണു ഇത്ര കേൾക്കുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. നല്ല ദേഷ്യത്തിലാണ് നോക്കുന്നത്. അല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ദാ വന്ന് മുന്നിൽ നിൽക്കല്ലേ. വിഷ്ണു പറയും, ചോദിക്കാനും പറയാനും ഒന്നുമില്ലടി. രണ്ടാം കല്യാണം നടന്നു എന്നുള്ളത് സത്യം തന്നെയാ. അതിന് സദ്യ എന്ന് തന്നില്ലായിരുന്നല്ലോ. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിന് കഴിച്ചിട്ട് പൊക്കോ. ഉപേന്ദ്രനോടേക്കും, ഡോ തനിക്ക് കിട്ടിയൊന്നും പോരെ? എടോ പിന്നാലെ ഇങ്ങനെ നടന്ന് എരന്ന് തല്ല് വാങ്ങിക്കാൻ നാണമില്ല തനിക്ക്? എങ്ങനെ ഉണ്ടാവനാ? ഇവളെ പോലുള്ള നാണവും മാനവും ഇല്ലാത്ത സാധനങ്ങളല്ലേ കൂട്ട്. ഇത് കേൾക്കുമ്പോ സുസ്മിതയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ദേ ഉപേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയാ. പരിപാവനമായ ഈ സ്ഥലം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാൽച്ചുവടുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് അങ്ങ് ഭാരതപ്പുഴയിൽ ഒഴുക്കിയാ പോലും തീരാത്ത പാപങ്ങളാ നിങ്ങളുടെയൊക്കെ ഒപ്പമുള്ളത്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാടോ നിങ്ങളൊക്കെ. പിന്നെതാ ഇവളെ തന്റെ കഴുത്തിൽ ചുറ്റിയ പെരുമ്പാമ്പ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവള് കൊളന്തോണ്ടു. അത് എനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. അതുകൊണ്ട് ഇവളെ പിടിച്ച് ഇപ്പൊ ഇറങ്ങുന്നോ അതോ രണ്ടിനെയും കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കണോ? ഉപേന്ദ്രൻ ചോദിക്കും, അപ്പൊ അപമാനിച്ചു വിടാണല്ലേ? എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വെക്കുന്ന പറയാറ്, പക്ഷേ ഇത് ഞങ്ങളെ വാറ്റുകേന്ദ്രശാലയാക്കും. ഇത് കേൾക്കുമ്പോ വിഷ്ണുവിന്റെയും ഭാമയുടെയും മുഖത്ത് നല്ല ദേഷ്യം വരികയാണ്. ഞെട്ടിപ്പോകുന്നുണ്ട് അവര്. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. അപ്പോഴേക്കും വിഷ്ണുവിന് ദേഷ്യം വരും. എടാ പൊന്നെ, നീ എന്താടാ പറഞ്ഞത്? ഒന്നുകൂടി പറടാ എന്ന് പറഞ്ഞ കഴുത്തിന് പിടിച്ച് ആ വണ്ടിയിൽ അങ്ങ് അമർത്തും. വേണ്ട വിഷ്ണുവിന്റെ വിട് എന്ന് പറഞ്ഞ സുസ്മിത പിടിച്ചേക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ ആ പിടുത്തം കാണുമ്പോ തന്നെ രാഘവേട്ടനും ഭയന്നു. വിഷ്ണു വേണ്ടടാ വിട്. ഭാമ മിണ്ടുന്നില്ല. ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കണേ അത് വേണം എന്നുള്ള രീതിയിലേ. ഇതേസമയം സുസ്മിതയും പറയും, വേണ്ട വിഷ്ണുട്ട വിട് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ കരുത്തോളം വരില്ലല്ലോ. അങ്ങ് രാഘവേട്ടൻ പറയുമ്പോഴാ വിഷ്ണു ആ പിടിവിടുന്നത്. മാറ് എന്ന് പറഞ്ഞ് സുസ്മിത പിടിച്ചു മാറ്റുന്നുണ്ട്. നീയും മേടിക്കും. അപ്പോഴേക്ക് സുസ്മിത പറയും, വേണ്ട, നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണല്ലേ, അതുകൊണ്ടാ ഞങ്ങള് പട്ടച്ചാരായ ഒഴുകുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത്. നീ കണ്ടോ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും. ഇത് കേൾക്കുമ്പോ എല്ലാവരുടെ ഉള്ളിലും നല്ല പേടി വന്നിട്ടുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുക. മദ്യവും
മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങള് മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും. പണ്ടിവിടെ നീതി ന്യായവും പറയുന്ന പഞ്ചായത്ത് നാട്ടുകൂട്ടത്തിന്റെ കഥ പറയാറില്ലേ? സത്യഭാമയുടെ പെൺഭരണത്തിന്റെ മറക്കാൻ കഴിയാത്ത ആ ഒരു കഥ. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പോലീസിന്റെ തേർവാഴ്ചയായിരിക്കും. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ഈ വീട്ടിലെ സത്യഭാമയെയും രാഘവൻ നായരെയും ശപിക്കും. ഭാമയ്ക്കങ്ങ് ദേഷ്യം വരും രാഘവൻ നായർക്കും. കണ്ണിൽ കണ്ടാൽ നിങ്ങളെയൊക്കെ കല്ലെറിയുന്ന പരുവത്തിലാക്കും ഞങ്ങള്. ദേ ഓർത്ത് വെച്ചോ, ഈ പരിപാവന ഭൂമിയിലെ ഞങ്ങൾ ഒരു ഒന്നൊന്നര പണി പണിയും എന്ന് പറഞ്ഞോണ്ട് സുസ്മിത അവിടുന്ന് പോയി വണ്ടിയിൽ കയറണേ. പോകാൻ നേരം ഉപേന്ദ്രനും പറയും വരട്ടെ ഏട്ടത്തിയമ്മേ. ഭാമയാണെങ്കിൽ തുറച്ച് നോക്കുന്നുണ്ട് ഉപേന്ദ്രനെ. ഉപേന്ദ്രൻ മൈൻഡ് ചെയ്യുന്നില്ല. വിഷ്ണുവിനോട് പറയും നമ്മള് വീണ്ടും കാണും. അങ്ങനെ അവരവിടുന്ന് പോകുമ്പോ ഭാമയ്ക്കും വിഷ്ണു ആ സുസ്മിത പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? നീയും ശാലിനിയും ഒന്നിച്ചാണോ താമസിക്കുന്നത്? വിഷ്ണു പറയും എന്റെ അമ്മ അവൾ ജയിക്കാൻ വല്ലതും പറഞ്ഞെന്ന് കരുതിയിട്ട് അതിലൊക്കെ സത്യമുള്ളതാണോ? ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്, അവൾ അവളുടെ വീട്ടിലും. അപ്പൊ ഇന്നലെ വരെ ഞാൻ ഇവിടെ കഴിഞ്ഞൊന്നും അമ്മ കണ്ടിട്ടില്ലേ? രാഘവേട്ടൻ പറയും ദേ ഭാമേ, നീ അവള് പറയുന്ന മണ്ടത്തരങ്ങളും നുണകളും കേട്ട് ഇവനോട് കത്തിക്കയറാൻ പോവാണോ? കുലുങ്ങി നിൽക്ക അവള്. പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലെന്ന് കരുതിയപ്പോഴാ അവളിപ്പോ ശാലിനിയുടെ കാര്യം എടുത്തിട്ടത്. അതിട്ട് കഴിഞ്ഞാൽ നീ ഇളകുന്ന അവൾക്കറിയാം. വിഷ്ണു പറയും എന്റെ അമ്മ ഒന്ന് സമാധാനപ്പെട്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കില്ല. പോരെ, ഇത് അമ്മയും മകനെയും കൂടെ തെറ്റിക്കാനുള്ള അവരുടെ പുതിയ തന്ത്ര. നമ്മൾ അതിൽ വീണു പോവരുത്. വീണു പോയാൽ നമ്മൾ അവളുടെ മുന്നിലെ അടിയറവ് പറയുന്നത് പോലെയാവും. അത് പാടില്ല. എന്റെ അമ്മ ഒരിടത്തും തോൽക്കാൻ പാടില്ല. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഇപ്പൊ നമ്മൾ തമ്മിൽ കലഹിക്കല്ല വേണ്ടത്. ഒന്നിച്ചു നിന്നിട്ട് ഇപ്പൊ അവള് പുലമ്പിയതുപോലെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടത്. അപ്പൊ ഭാമയ്ക്ക് ഇങ്ങനെ മനസ്സിലാവും. രാഘവേട്ടനും പറയും ഭാമയെ, ആടുകളെ തമ്മിലടിപ്പിച്ച് ചോറ് കുടിക്കാൻ ശ്രമിച്ച ചെന്നായുടെ കഥ മാത്രം നീ ഓർത്താ മതി. അപ്പൊ ഭാമ ഒന്നും പറയാതെ വിഷ്ണുവിനെ നോക്കിയിട്ട് അവിടുന്ന് കയറി പോവും. അങ്ങനെ എല്ലാരും അത്തേക്ക് കയറി പോകുമ്പോ വിഷ്ണു അവിടെ തന്നെ നിൽക്കണേ. ഉപേന്ദ്രൻ പറഞ്ഞ ആ വൃത്തികെട്ട കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോ നല്ല ദേഷ്യത്തിൽ നിൽക്കുക വിഷ്ണു. വിഷ്ണു മാത്രമല്ല, അകത്ത് പോയി ഭാമയും രാഘവൻ നായരൊക്കെ ഇത് തന്നെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻഷനോടെയും എന്ന നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നത്. സുസ്മിതയാണെങ്കിൽ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ പോകുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രമോയിലുള്ളത് ശാലിനി വേണ്ടപ്പെട്ട ഏതോ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സത്യഭാമയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതായത് അവരാരോ ചതിയിൽ പെടുത്തിയതാണെന്നുള്ള കാര്യം. അങ്ങനെ ഒരുവിധം ആ പ്രശ്നം പരിഹരിക്കാനാണ് ശാലിനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വിഷ്ണു ജോലിക്കായിട്ട് താൻ പണ്ട് തല്ലിയിരുന്ന ആൾക്കാരുടെ മുന്നിലൊക്കെയാണ് ഇപ്പൊ പോയി ജോലി ഇറക്കുന്നത്. എന്നാൽ അവരാരും വിഷ്ണുവിന് ജോലി കൊടുക്കുന്നില്ല. വിഷ്ണുവിന് വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അപമാനിച്ചു വിടാൻ ശ്രമിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്